2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് തമിഴക വെട്രി കഴകം ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പാർട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി സ്ഥാപകനും തമിഴ് സൂപ്പർ താരവുമായ വിജയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന പാർട്ടികളുമായി മാത്രമേ രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടൂ എന്നും ടി.വി.കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായുള്ള പാർട്ടിയുടെ സഖ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെയാണ് ടി.വി.കെയുടെ ഈ വിശദീകരണം. നേരത്തെ ടി.വി.കെയും എ.ഐ.എ.ഡി.എം.കെ സഖ്യം സംബന്ധിച്ച സാധ്യതകൾ തേടുന്നതിനുള്ള ചർച്ചകൾ നടത്തിവരികയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെയും 2026 തിരഞ്ഞെടുപ്പിനുള്ള 60 നിയമസഭാ സീറ്റുകളെയും കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് വിവരം. എന്നാൽ പാർട്ടി സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയുള്ള ടി.വി.കെയുടെ പ്രസ്താവന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ്. 2024 ഫെബ്രുവരിയിലാണ് വിജയ് ടി.വി.കെ ആരംഭിച്ചത്. അഭിനയ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നും രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ടി.വി.കെ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പായ വിജയ് മക്കൾ ഇയക്കം 2021 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അന്ന് 115 സീറ്റുകൾ നേടിക്കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനും വിജയ്ക്ക് സാധിച്ചു. പാർട്ടി പ്രഖ്യാപനം നടത്തിയ ചടങ്ങിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടി.വി.കെ മത്സരിക്കില്ലെന്നും 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് അടിസ്ഥാന രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരികയാണ് പാർട്ടിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു വശത്ത് സമൂഹത്തിലും ഭരണത്തിലും അഴിമതി ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു, മറുവശത്ത് വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം വളരുന്നു. ഇതിനെ ചെറുക്കണം എന്നായിരുന്നു വിജയ് തന്റെ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത്. 2024 ഒക്ടോബർ 27 ടി.വി.കെയുടെ ആദ്യ പൊതുസമ്മേളനം നടത്തിയത്. ദ്രാവിഡ തത്വങ്ങളെ തമിഴ് ദേശീയതയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്. രാഷ്ട്രീയ എതിരാളികളുമായി മാന്യമായി ഇടപഴകണമെന്ന് വിജയ് ടി.വി.കെ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ക്രിയാത്മകമായും മാന്യമായും പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തന്റെ പാതയിൽ തനിക്ക് മുന്നേ ഇറങ്ങിയവരുടെയെല്ലാം പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച വിജയ് ആദ്യ ചുവട് ശക്തമായി തന്നെ ഉറപ്പിക്കുകയാണ്. തമിഴക വെട്രി കഴകത്തിന്റെ രാഷ്ട്രീയമെന്തെന്ന ആകാംക്ഷകൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞുവെന്നതാണ് വിജയുടെ ആദ്യ പൊതുസമ്മേളനത്തിന്റെ വിജയം. മധുരയിൽ സെക്രട്ടേറിയറ്റിന്റെ ശാഖ, ജാതി സെൻസസ്, നീറ്റ് നിർത്തലാക്കുക, വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തുക, ഗവർണർ പദവി എടുത്തുകളയുക, സംസ്ഥാനത്തിന് സ്വയംഭരണം തുടങ്ങി തമിഴ് ജനതയുടെ വൈകാരികത മുതലാക്കാനുള്ള എല്ലാ മരുന്നുകളും വിജയ് പ്രയോഗിച്ചു. ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളിൽ വിജയിച്ച ചേരുവകളെല്ലാം സമം ചേർത്തുള്ള പ്രഖ്യാപനമാണ് വിജയ് നടത്തിയത്. 2026 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച വിജയ് രാഷ്ട്രീയ സഖ്യ സാധ്യതകളും തുറന്നിട്ടിട്ടുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സഖ്യമുണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. വിജയ് ഉയർത്തുന്ന രാഷ്ട്രീയം ആർക്കൊക്കെ വെല്ലുവിളിയാകുമെന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ ആശങ്കയുടെ പ്രതിഫലനം പാർട്ടികളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും ഉണ്ടായി. നയപ്രഖ്യാപനത്തിന് പുറമെ വിജയ് നടത്തിയ ശക്തി പ്രകടനവും പാർട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. എ.ഐ.എ.ഡി.എം.കെയുടെ സ്വാധീന മേഖലകൾ വെടക്കാക്കി തനിക്കാക്കിയ ശേഷം സംസ്ഥാനത്ത് കടന്നുകയറാൻ ബി.ജെ.പി നടത്തുന്ന ശ്രമങ്ങൾക്കും വിജയുടെ വരവ് വെല്ലുവിളിയാകും. സമീപകാല മുൻഗാമിയായ കമൽഹാസനടക്കം സ്വന്തം രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ പാടുപെടുമ്പോഴാണ് വിജയ് ആശങ്കകൾക്കും അർത്ഥശങ്കകൾക്കും ഇടയില്ലാതെ തന്റെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം വ്യക്തമാക്കുന്നത്.